കഴിഞ്ഞ കുറേ ദിവസത്തെ സംഭവവികാസങ്ങൾ പരിശോധിക്കുക. ഞാൻ 2018 ശബരിമല വിഷയമുണ്ടായപ്പോൾ, സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയമുണ്ടായപ്പോൾ ആദ്യം RSSും അടക്കം അതിനെ സ്വാഗതം ചെയ്തു. 2 ആഴ്ചകൾക്ക് ശേഷമാണ് ജനവികാരം കണ്ടുകൊണ്ട് BJP ശക്തമായ പ്രക്ഷോഭം നടത്തിയത്. ഇപ്പോഴത്തെ BJPയുടെ ഈ ഇത്രയും കൊള്ള ശബരിമലയിൽ നടന്നിട്ട് BJPയുടെ നിലപാടെന്താണ്? അവർ പേരിന് വേണ്ടി ഞങ്ങൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. കേന്ദ്രമന്ത്രി അമിത് ഷായെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഡൽഹിയിൽ പ്രധാനമന്ത്രി ഇല്ലെന്നറിഞ്ഞിട്ട് ആ ദിവസം പോയി കേന്ദ്രമന്ത്രി അമിത് ഷായെ വസതിയിൽ പോയി കണ്ട് എന്താണ് ചർച്ച ചെയ്തത്? വയനാട് ദുരന്ത നിവാരണം, അതേ ഉള്ളൂ. ആകെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ദുരന്ത നിവാരണ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ കണ്ടത് അതിനുവേണ്ടിയാണെന്നും അമിത് ഷാ കേരളത്തിന് വേണ്ടി അധികമായി എന്ത് നൽകി എന്നുള്ളതും പറയേണ്ടതല്ലേ? അതും പറഞ്ഞില്ല. അമിത് ഷാ ആയിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് വരുന്നതാണ് ഈ തീരുമാനം. അന്നേരം ഇതെല്ലാം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്തിലേക്കാണ്? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ മാറ്റുക, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റുക, കോൺഗ്രസ് വീണ്ടും കേരളത്തിൽ വരുന്നത് അവർക്ക് ചിന്തിക്കാനൊക്കുന്ന കാര്യമല്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഴുങ്ങിയാലും ശരി, എനിക്ക് എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങണം. അധികാരമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ചിന്തിക്കാനൊക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഈ താല്പര്യങ്ങൾ സംയോജിക്കുന്നത്. ഞാൻ ഇതൊന്നും വളരെ രഹസ്യ ഡീലോ ഒന്നുമല്ലല്ലോ. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഓരോ കാര്യം. പിണറായി വിജയൻ്റെ മകൻ്റെ ED നോട്ടീസുമായി ബന്ധപ്പെട്ട് വാർത്ത പുറത്തു വന്നിട്ട് BJPയുടെ നേതാക്കന്മാർ ഒരു വാക്കെങ്കിലും പറഞ്ഞു ഇതിനെക്കുറിച്ച്? ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നതല്ല, ഒരു വാചകം കൊണ്ട് പറയാം. വലിയ ചർച്ചയാകാത്ത ഒരു വിഷയമുണ്ട്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഈ വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞത്? എപ്പോഴൊക്കെ പിണറായി വിജയൻ അപകടാവസ്ഥയിലെത്തുന്നു അന്നേരമൊക്കെ ED രക്ഷയ്ക്ക് വരും എന്ന് നമ്മളല്ലല്ലോ പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയല്ലേ പറഞ്ഞത്. ഇതിനേക്കാൾ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? ഈ ശബരിമല വിഷയം വന്നതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടാതെ പോയത്. ഒരു കേന്ദ്രത്തിൻ്റെ മന്ത്രി പറയുകയാണ് ED അവരുടെ രക്ഷയ്ക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ച് ഡീലൊന്നും പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ ബീഫും പൊറോട്ടയും കൊടുത്തിട്ടാണ് കയറ്റിവിട്ടതെന്ന് പറഞ്ഞു UDF നേതാക്കൾ പറഞ്ഞു. പ്രേമേന്ദ്രന്റെ സമാനതകളില്ലാത്ത ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. അല്ല, പ്രേമേന്ദ്രൻ്റെ ആ പ്രസംഗത്തിന് റീച്ച് വളരെ കൂടി. എനിക്ക് അവരോട് നന്ദിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഒരു ഉത്തരാടത്തിൻ്റെ അന്നായിരുന്നു. അന്ന് അത് വലിയ വാർത്തയായില്ല. ശബരിമല പമ്പാ സംഗമം കോൺഗ്രസ് സംഘടിപ്പിച്ചെടുത്ത് പൊറോട്ടയും ഇറച്ചിയും കൊടുത്ത കാര്യം പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. അന്നേരം ഇവർക്ക് കത്തിയില്ല. കോൺഗ്രസിൻ്റെ പമ്പാ സംഗമം നടത്തിയെടുത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷെ അന്നേരം ഇവർക്ക് കത്തിയില്ല, പൊറോട്ട ഇറച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. പ്രേമേന്ദ്രൻ ആകെ മാറ്റി പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞു, പൊറോട്ടയും ബീഫും. ഈ മണ്ടന്മാരത് ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് കേരളത്തിന് മൊത്തം ബോധ്യപ്പെട്ടു ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന്. ഞാൻ അന്ന് പറഞ്ഞ വാചകം കൃത്യമാണ്. ഞാനത് ആവർത്തിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്കടക്കം ഇങ്ങനെ ചില വിവരം കിട്ടി. ഇത് ശരിയാണോ എന്ന് ഗവൺമെൻറ് വിശദീകരിക്കണം എന്നാണ് അന്ന് ചോദിച്ചത്. ഇതിൽ സത്യമുണ്ടോ? ഇത് അന്വേഷിക്കാൻ തയ്യാറാണോ? ഇതാണ് അന്ന് ചോദിച്ചത്. അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റ് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അന്ന് നമ്മൾ കൂടി ഇത് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ വിശ്വാസി സമൂഹം പ്രതികരിക്കുമെന്നുള്ളതിൽ ആശങ്ക ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അന്ന് പറയാതിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു തട്ടിപ്പുമായ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് അഭിപ്രായം എന്താണ്? ഇപ്പോഴും പറയുന്നില്ലല്ലോ. പ്രേമേന്ദ്രൻ്റെ പേർക്ക് സൈബർ ആക്രമണം നടത്തുന്നത് നല്ല കാര്യം, ഞങ്ങൾ സന്തുഷ്ടരാണ്. പക്ഷേ ഗവൺമെൻറ് പറയട്ടെ, ഇത് അന്വേഷിക്കാമോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഗവൺമെൻറ് പറയട്ടെ. ഇന്നലെ ഈ പറയപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ ഈ പ്രേമേന്ദ്രൻ പറഞ്ഞ ആക്ഷേപത്തെ അല്ല ചോദ്യം ചെയ്തേക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പട്ടികാതി പീഡനത്തിനാണ് ഇപ്പം കേസ് കൊടുക്കാൻ പോകുന്നത്. അത് തന്നെ സമ്മതിക്കുമല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നുള്ളത്?
ആശയക്കുഴപ്പം വരുന്നത് ആദ്യം പാലാ ഗസ്റ്റ് ഹൗസ്, പിന്നെ കോട്ടയം, പിന്നെ മറ്റൊന്ന് ആദ്യം ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമ എന്ന് പറഞ്ഞു, പിന്നീട് അത് കനകദുർഗയും ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞു. ഒരു ആശയക്കുഴപ്പം അതിനകത്ത് പറഞ്ഞു. ഒരു പ്രസംഗത്തിനിടയിൽ വരുന്ന ചില വീഴ്ച, അത് ഞാനും അത് കേട്ടപ്പോഴേ ശ്രദ്ധിച്ചു. പാലാ ഗസ്റ്റ് ഹൗസ് എന്നാണ് പറഞ്ഞത്, കോട്ടയം പോലീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞത്. പ്രസംഗത്തിനിടയിൽ വരുന്ന ഒരു വീഴ്ച. എന്തായാലും കോട്ടയം ജില്ലയിൽ തന്നെ ആണല്ലോ ഇത്, നമുക്കതല്ലല്ലോ. അത് കഴിഞ്ഞ് റഹന ഫാത്തിമ അത് ബോധപൂർവം കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. റഹന ഫാത്തിമ അവിടെ കയറിയ ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസം റഹന ഫാത്തിമയെ കയറ്റാൻ നോക്കി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അടുത്ത വാചകവുമായി ബിന്ദുവിൻ്റെ പേര് പറഞ്ഞു. അന്നേരം ഇത് ഈ മണ്ടന്മാരായിട്ടുള്ള സൈബർ പോരാളികൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് യഥാർത്ഥത്തിൽ അത് കേൾക്കുന്ന ഒന്നുകൂടെ കേട്ടു നോക്കിയോ, വളരെ വ്യക്തമായ റഹന ഫാത്തിമയെ കയറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം ബിന്ദു എന്നുള്ളത്, കനകദുർഗ എന്നുള്ളത് വന്നു. എന്നാൽ ഇത് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് ഗവൺമെൻറ് പറയണം. അന്വേഷിക്കാൻ തയ്യാറാണോ? വിശ്വസ്തരായിട്ടുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉന്നത ഉദ്യോഗസ്ഥരിലൊക്കെ അടക്കം അന്ന് ചർച്ചയായ വിഷയമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.